അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിലും കാൽവരിനാഥം പാടിസ്തുതിക്കാം സാക്ഷ്യ പ്രോഗ്രാമിൽ നമുക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 105-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം പങ്കെടുക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തോമസ് എബ്രഹാം അറ്റ്ലാന്റ് അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആരംഭിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് ജോൺ ലീ ചാൾസ് റാന്നി പ്രിയ സഹോദരൻ നമ്മോടുകൂടെയുണ്ട്. തൻ്റെ ജീവിത അനുഭവങ്ങളും ദൈവവചന ശുശ്രൂഷയും ഇന്ന് കർത്താവിൻ്റെ ദാസൻ നിർവഹിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതുപോലെ തന്നെ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെയും നാം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ച് വളരെ അനുഗ്രഹീതമായ നിലയിൽ ആ ശുശ്രൂഷകൾ അവർ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തേണ്ടതിന് നാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. മാത്രമല്ല ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നീട് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെയും ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ വചനം, ആ സാക്ഷ്യം, ആ ഗാനങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്പർശിക്കേണ്ടതിന് നാം വളരെ ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിൻ്റെ ദാസൻ തോമസ് എബ്രഹാം അവറുകളെ എല്ലാ ബഹുമാനത്തോടും കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ തിരുസന്നിധിയിൽ കൂടി വന്ന് അവിടുത്തെ വചനവും സാക്ഷ്യവും കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്കൊരുക്കിയിരിക്കുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിലൂടെ അനേകർക്ക് പങ്കുകൊള്ളുവാനും കർത്താവെ അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനും ഇന്നത്തെ മീറ്റിങ്ങിനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ കർത്താവെ സാക്ഷ്യമായിട്ട് ചിലത് പറയുവാനും വചനത്തിൽ നിന്ന് പറയുവാനും ആഗ്രഹിക്കുന്ന നിന്റെ മകൻ ഇവാഞ്ചലിസ്റ്റ് ജോണി ചാൾസിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവനാവശ്യമായ എല്ലാ ദൈവകൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഗാനങ്ങളിലൂടെ ഞങ്ങളെ ഉണർത്തുവാൻ തക്കവണ്ണം നീ ഉപയോഗിക്കുന്ന നിന്റെ മകൻ ബ്രദർ ജെയിംസ് കൊടുന്തറയെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിൽ ബലപ്പെടുവാനും ഇന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന നിന്റെ മക്കൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ആ പ്രോഗ്രാമിനെ വളരെയധികം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപ ധാരാളമായി പകരണം. ആദിയോടന്ത അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായി യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാർ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് ജോൺ ലീ ചാൾസ് റാന്നി അവറുകൾ നമ്മോടുകൂടെയുണ്ട്. അനുഗ്രഹീതനായ ഒരു ഗായകനാണ്. അതിലുപരി ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹം ഒരു കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ വിലയേറിയ ഉത്തരവാദിത്വം ദൈവം തനിക്ക് നൽകിയതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാക്ഷ്യം, വിശാലമായ ഒരു ജീവിത സാക്ഷ്യം കാൽവരിനാഥം പാടിസ്തുതിക്കാം പ്രോഗ്രാമിൽ പബ്ലിഷ് ചെയ്യുവാനിടയായി. ഈ ദിവസങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ
പലപ്പോഴും പലരും അതൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. വളരെ ശക്തമായ, ഒരുപക്ഷെ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊന്നും ആരും കേട്ടിട്ടില്ല, പ്രത്യേകിച്ചും അദ്ദേഹത്തെക്കുറിച്ച്. ഇത്രയും നീളത്തിലുള്ള സാക്ഷ്യമൊന്നും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങേ അറ്റം പോയാൽ 5 മിനിറ്റ് സാക്ഷ്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വലിയ സാക്ഷ്യം അനേകർ കേട്ടു. ചില ഗാനങ്ങളുടെ, നമുക്കറിയാം കർത്താവിൻ്റെ ദാസൻ ചാൾസ് ജോൺ റാന്നി അവരുടെ മകനാണ്. ചില ഗാനങ്ങൾ രൂപപ്പെടുന്നതിനോടുള്ള ബന്ധത്തിലും ചില ജീവിത അനുഭവങ്ങളും, തൻ്റെ ജനനം മുതൽ ഇതുവരെ ചില അനുഭവങ്ങളും നമുക്കതിലൂടെ കേൾക്കുവാനിടയായി. ഒരുപക്ഷെ ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാൽവരിനാഥം, സന്തോഷ് കാൽവരിനാഥം എന്ന യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യം മുഴുവനായിട്ട് കേൾക്കാനായിട്ട് കഴിയും. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു സാക്ഷ്യം അവിടെ കൊണ്ട് തീരുന്നില്ല, സാക്ഷ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ സാക്ഷ്യം നാം കേൾക്കും. മാത്രമല്ല, ദൈവം തനിക്ക് നൽകിയ വചനം അത് നമുക്ക് കേൾക്കും. പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം. എന്നാൽ അതിനു മുമ്പ് 2 ഗാനങ്ങൾ നാം കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളെ ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഈ പാടി സ്തുതിക്കാം എന്ന എപ്പിസോഡിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അടിയന് ഒരു ഭാഗഭാക്കാകുവാനായിട്ട് കർത്താവ് നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അതിനായി ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയ സന്തോഷ് കൊട്ടാരക്കര, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ റോയ് ചാൻ, അതിൻ്റെ കാര്യങ്ങളിലൊക്കെയും ഇടപെട്ട് നിൽക്കുന്ന മറ്റു സഹോദരന്മാർ, അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള സ്നേഹത്തെയും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നൊരു വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രിയ ജോൺ ലീ ചാൾസിനോടൊപ്പം ഒരേ പ്ലാറ്റ്ഫോമിൽ, എനിക്ക് തോന്നുന്നത് ഇതാദ്യമായിട്ടാണ്. ഞങ്ങൾ പല പ്രോഗ്രാമിൽ ഒന്നിച്ച് പല സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. എന്നാൽ ഇപ്രകാരം ഒരു സൂം പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ആയിരിക്കാനായിട്ട് കർത്താവ് ഒരു അവസരം നൽകി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു ഭവനത്തിലെ പ്രിയ ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം തീർച്ചയായിട്ടും എനിക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ വളരെ സ്തോത്രത്തോടുകൂടി ഓർക്കുകയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ മേഖലയിൽ സഞ്ചരിക്കുന്നവരാണ്. എന്നെക്കാട്ടിലും വളരെ ഉയരങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയ ദൈവദാസനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കുക, അതിൽ അദ്ദേഹം എപ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് കർത്താവ് എങ്ങനെ ബലപ്പെടുത്തി എന്നൊക്കെയും കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷവും ഒരു എൻകറേജ്മെൻ്റാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നോട് ഇപ്രകാരം ഇങ്ങനെ 2 ഗാനങ്ങൾ ആലപിക്കണമെന്ന് പ്രിയ സന്തോഷ് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ, ജോൺ ലീ ചാൾസിൻ്റെ പിതാവ്, അനേക ഗാനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു. ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തത്, അത് ഒരു മതിലിൻ്റെ അപ്പുറത്ത് കുമ്പനാട്ട് കത്തോലിക്ക പള്ളിയാണ്. അവിടെയും പാടുന്ന ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, സാധു എന്നെ കൈവിടാതെ, ഈ ഗാനങ്ങളാണ് കത്തോലിക്കക്കാർ പോലും പാടുന്നത്. അങ്ങനെ ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ എഴുതിയ ഒരു പിതാവിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പിതാവിനാൽ എഴുതപ്പെട്ട 2 ഗാനങ്ങൾ പാടണം എന്നെൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നുകയും ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെയും ഇങ്ങനെ തപ്പിപ്പിടിച്ച് അതിൻ്റെ ട്രാക്കുകളൊക്കെയും സംഘടിപ്പിച്ച് 2 ഗാനങ്ങൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രിയ ജോൺ ലിയോടൊപ്പം ഇങ്ങനെ ആയിരിക്കാനായിട്ട് ഓർത്ത് ലഭിച്ച ആ അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2 പ്രത്യാശാ ഗാനങ്ങളുടെ ഈ 2 അടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയ ചാൾസ്യാൻ ഇപ്രകാരം എഴുതി: കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ചേരുവാനുള്ള സമയം ആസന്നമായിരിക്കുകയാണ്. അങ്ങയുടെ മുഖം, അങ്ങയെ കാണുന്ന ആ ഒരു സന്ദർഭത്തിന് വേണ്ടി എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ട് കഴിയുന്ന നാളുകളാണ്. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുവാനുള്ള ആ കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവെ, അങ്ങയെ കാണുവാൻ, ആ മുഖം മുത്തുവാൻ, ആ കാൽപാദങ്ങളിൽ ചുംബിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശയേറുകയാണ്. എൻ്റെ കർത്താവെ, വേഗം അങ്ങ് വരണമേ. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഗാനമാണ് സ്വർഗനാട്ടിലൻ പ്രിയം തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ.
സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. ഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഒരു പ്രത്യാശാഗാനം കൂടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഗാനം ബാലസംഘത്തിന് കേൾക്കുവാനും പഠിക്കുവാനും പ്രിയ ചാൾസ്യാൻ ബാലസംഘത്തിൻ്റെ ക്യാമ്പുകളിലൊക്കെയും വന്ന് പാടി ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ ഒരു കാലയളവ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ള യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമം, ഭൂകമ്പം, നമ്മുടെ ചുറ്റും നടക്കുന്ന അന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. പ്രിയ ചാൾസ്യാൻ ഇപ്രകാരം എഴുതി: ഈ പാരിൽ നമുക്ക് അധിക നാളുകളില്ല. നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുന്ന കാലങ്ങൾ, നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുന്ന ആയുസ്സ്, ആരോഗ്യമൊക്കെയും ഈ കർത്താവിൻ്റെ വേല തികയ്ക്കാം, വേല ചെയ്യാം. നമ്മളെ തന്നെ നമുക്ക് ഒന്നുമില്ലാതാക്കാൻ, നമ്മളെ തന്നെ ത്യജിച്ചുകൊണ്ട്, സ്വയത്തെ ത്യജിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ നമ്മൾക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, ഒരു സഹോദരൻ, എൻ്റെ ഒരു സ്നേഹിതൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെയും കരുതി അവിടെ നിന്ന് തനിക്ക് ലഭിച്ച സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെയും ഇവിടെ കൊണ്ടുവന്ന് വളരെ കണക്കൂട്ടലോടുകൂടി നാട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തൻ്റെ സ്നേഹിതന്മാരെ വിളിച്ചു, തൻ്റെ വീട്ടുകാരെ വിളിച്ചു, ഞങ്ങൾക്ക് ഒരു പുതിയ ഭവനം പണിയണം, ഞങ്ങൾക്ക് ഇപ്രകാരമുള്ള രീതിയിലുള്ള ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെയും താൻ പറഞ്ഞു. താൻ വളരെ കണക്കുകൂട്ടലിൽ സ്വപ്നത്തിലൊക്കെയും താൻ ജീവിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ, ആഴ്ചകളോ മാസങ്ങളൊന്നുമല്ല, ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ തൻ്റെ ഭാര്യ ചായയുമായിട്ട് മുറിയിൽ ചെന്നപ്പോൾ, ഇത് അടുത്ത ദിവസങ്ങളിൽ അടുത്ത നാളുകളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ചായയുമായിട്ട് മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. താനെ വിളിച്ചു, ഉണരുന്നില്ല. താൻ എന്തൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് താൻ കണക്ക് കൂട്ടി, എന്തൊക്കെ ചെയ്യണമെന്ന് താൻ സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നങ്ങൾ സാധൂകരിക്കാതെ അല്ലെങ്കിൽ അത് സാഫല്യമാക്കാതെ താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരവസ്ഥ. ഇതൊരു സംഭവിച്ച ഒരു കാര്യമാണ്. പ്രിയ ചാൾസ്യാൻ എഴുതി, മണ്ണിൽ നിലനിൽക്കുന്ന ഒന്നും നമുക്കില്ല. നമുക്കാകെ പ്രത്യാശിക്കുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഉയരത്തിൽ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. ആ വീണ്ടെടുക്കുന്ന ആ നാളിനെ നോക്കി നമുക്ക് ആ ഓട്ടം തികയ്ക്കാം. നമ്മുടെ ഈ മരുഭൂമിയിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയത്തോടുകൂടി വിശുദ്ധിയോടുകൂടി നമുക്ക് കഴിക്കാം. ആ ഒരു പഴയ ഗാനത്തിൻ്റെ രണ്ടടികളോട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വാനിൽ വന്നിടുമേ വിണ്ണിൻ ദൂതരുമായി, രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. വന്നിടുമേ വിണ്ണിൻ ദൂതരുമായി, രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. വാനിൽ വന്നിടുമേ വിണ്ണിൻ ദൂതരുമായി, രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. ഇല്ല നാളധികം ആരിൽ നമുക്കിനിയും വേല തികച്ചിടാം, ലോകം ത്യജിച്ചിടാം. വരവിനായും ഉത്സുകരായി നാം ഒരുങ്ങിയുണർന്നിരിക്കാം. വരവിനായെന്നും ഉത്സുകരായി നാം ഒരുങ്ങിയുണർന്നിരിക്കാം. വാനിൽ വന്നിടുമേ വിണ്ണിൻ ദൂതരുമായി, രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ.
മണ്ണിൽ നിലനിൽക്കും ഒന്നും നമുക്കില്ല, വിണ്ണിലൊരുക്കും വീടു നമുക്കുണ്ട്. വീണ്ടെടുപ്പിന്നാൾ വേഗം വരുന്നു, വീട്ടിൽ നാം ചേർന്നിടറാ. വീണ്ടെടുപ്പിന്നാൾ വേഗം വരുന്നു, വീട്ടിൽ നാം ചേർന്നിടറാ. വാനിൽ വന്നിടുമേ പിന്നിൻ ദൂതരുമായി, രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. താങ്ക് യു. താങ്ക്സ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാട്ടുകാരൻ ഒരു വരി എഴുതിയിട്ടുണ്ട്, അവിടെയും പാടും നിൻ അതിശയ സ്നേഹത്തെ. കാൽവനാഥം പാടി സ്തുതിക്കാം എപ്പിസോഡിൻ്റെ 30ാമത്തെ എപ്പിസോഡിൽ കർത്താവിൻ്റെ ദാസൻ ജോൺ ലീ ചാൾസ് തൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പാടിയ, അല്ലെങ്കിൽ ആ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു ഗാനത്തിൻ്റെ വരികളാണിത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാനും ഓർക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്തതല്ല ഈ പാടുക എന്നുള്ളത്, ദൈവം എന്നെ അപ്പോയിൻ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെയും പാടും, മരണം വരെയും പാടും. ഞാൻ എൻ്റെ മരണത്തിനപ്പുറത്ത് ഞാൻ ചെല്ലുന്ന നാട്ടിലും ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം അന്ന് ഓർപ്പിച്ചു, എൻ്റെ സഭയാണ് എനിക്ക് ഏറ്റവും വലുത്. സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പാടും. ആ ധീരമായ സാക്ഷ്യമാണ് 30ാമത്തെ എപ്പിസോഡിൽ നാം കേട്ട് അവസാനിപ്പിച്ചത്. തൻ്റെ ആ ജീവിതത്തിൻ്റെ ഒരു എടുത്ത ശക്തമായ തീരുമാനം. ഇന്ന് അവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ജീവിതത്തിൽ കർത്താവിൻ്റെ ദാസനെടുത്ത തീരുമാനത്തെ എത്രത്തോളം ഫലകരമാക്കുവാൻ ജീവിതത്തിൽ കഴിഞ്ഞു. ദൈവം തന്നിലൂടെ ഇന്ന് രാത്രി നമ്മെ കേൾപ്പിക്കുന്ന വചനവും അതിന് നമ്മെ ബോധബൽകമാകട്ടെ. ജീവിതാനുഭവങ്ങളിലൂടെ ശക്തമായ വചനം ഇന്ന് രാത്രി നമുക്ക് കേൾക്കാം. എല്ലാ ബഹുമാനത്തോടും താഴ്മയോടും പ്രാർത്ഥനയോടും കൂടെ അടുത്ത 8:40 വരെയുള്ള സമയം കർത്താവിൻ്റെ ദാസൻ്റെ സന്ദേശവും സാക്ഷ്യവും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാ ബഹുമാനത്തോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കാൽവറിനാഥം മിനിസ്ട്രീസിൻ്റെ 105ാമത്തെ എപ്പിസോഡിൽ എനിക്ക് ജോയിൻ ചെയ്യുവാൻ കർത്താവിനെ ഒരിക്കൽ കൂടെ സാക്ഷിക്കുവാൻ, ഉയർത്തുവാൻ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന സുലഭ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ മിനിസ്ട്രീസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ പലതവണ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രിയ സന്തോഷ് ബ്രദർ ഓർപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനതിനു മുമ്പേ ഒരു എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി. ബ്രദർ പറഞ്ഞതുപോലെ ഒത്തിരി വിശദമായിട്ടുള്ളൊരു സാക്ഷ്യം പലപ്പോഴും പറയാറില്ല, പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു സന്ദർഭം പ്രിയപ്പെട്ടവർ ഒരുക്കി തന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. മാത്രമല്ല, ഈ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും കൂടുതലും ക്ഷണിക്കാറുള്ളത് സാക്ഷ്യം പറയുവാനോ അല്ലെങ്കിൽ ദൈവവചനം സംസാരിക്കാനോ അല്ലായിരിക്കും. പലപ്പോഴും പാട്ടുകൾ പാടാനായിട്ടാണ്, ഗാനം ശുശ്രൂഷയ്ക്കായിട്ടാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. ഇന്ന് രാത്രിയിലെ കർത്താവിനെ ഞാൻ നന്ദിയോടുകൂടെ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. കാരണം പല നിലയിലുള്ള സന്തോഷം ഇന്ന് രാത്രിയിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിറയുന്നുണ്ട്. പ്രിയ സന്തോഷ് ബ്രദറിൻ്റെ ഞങ്ങൾ സമപ്രായക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ച് ബാലസംഘം മുതലുള്ള ബന്ധമാണുള്ളത്. അതിന്നും തുടർന്നു പോകുന്നു. ആ ബന്ധത്തിൽ സന്തോഷിക്കുന്നു. മാത്രമല്ല, പ്രിയ റോയിച്ചാൻ എന്നെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഈ ശുശ്രൂഷ രംഗത്ത് വന്ന നാൾ മുതൽ എന്നെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും റോയിച്ചാൻ്റെ പല പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ എനിക്ക് നൽകുകയും ചെയ്ത് ഞാൻ നന്ദിയോടെ ഓർക്കുക. ആ സ്നേഹബന്ധം ഇന്നും ക്രിസ്തുവിൽ തുടരാനായിട്ട് കർത്താവ് സഹായിക്കുന്നു. മാത്രമല്ല, പ്രിയ
ജെയിംസ് ഷാൻ എൻ്റെ ജ്യേഷ്ഠ ഒരു സഹോദരനാണ്. കാരണം അദ്ദേഹമായിട്ട് അനേക വേദികൾ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ ആ വേദികൾ ഒന്നിച്ച് കർത്താവിനെ ഉയർത്തുവാനുള്ള ആ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ജെയിംസ് ഷാൻ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പലപ്പോഴും പല നിർദ്ദേശങ്ങൾ, പ്രോത്സാഹനങ്ങളൊക്കെ തന്നത് ഞാൻ ഓർക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കണ്ട സന്ദർഭത്തിൽ പോലും ജെയിംസ് ഷാന് വളരെ സ്നേഹത്തോടുകൂടി അടുത്ത് നിർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ജെയിംസ് ഷാനെ ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹിക്കുന്ന എൻ്റെ സഹശുശ്രൂഷകൻ കൂടെയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ജെയിംസ് ഷാൻ ആയിരിക്കുന്നത് ബിന്നിച്ചാൻ്റെ സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു. ബിന്നിച്ചാനും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ഗായകനാണ്, ക്രൈസ്തവ ഗായകനാണ്. അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലാണ്. പ്രിയ ബിന്നിച്ചാനെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പല സ്നേഹിതരും എനിക്ക് വേണ്ടി, പല കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കഴിഞ്ഞ നാളുകളിൽ അനേക നിലയിൽ എനിക്ക് പിന്താങ്ങൽ നൽകി തന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ്. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ സാക്ഷ്യം എന്നുള്ള നിലയിൽ തന്നെ ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന അത് പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ആലോചനയോട് ചേർന്ന് ചില സാക്ഷ്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രാരംഭമായിട്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഞാൻ 1987 ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചത്. രക്ഷിക്കപ്പെടുവാനുള്ള അനുഭവം എനിക്ക് ബാല്യപ്രായത്തിൽ തന്നെ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, എൻ്റെ സഭ ആ നിലയിലൊക്കെയുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ബാല്യകാലത്ത് തന്നെ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇതിൻ്റെ 37 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എനിക്ക് പറയുവാനുള്ള ഒരു പ്രത്യേക കാര്യം, ഈ 37 വർഷത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ തിരിച്ചറിയാൻ കഴിയാതിരുന്ന അനേക സത്യങ്ങൾ എനിക്ക് ഈ നാളുകളിൽ കർത്താവ് എനിക്ക് ധാരാളമായിട്ട് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ, ദൈവിക സത്യങ്ങളെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കുവാനൊക്കെ ഈ നാളുകൾ എന്നെ അധികമായിട്ട് ദൈവം സഹായിക്കുന്നു. മാത്രമല്ല ഞാൻ ഈ സംഗീത ശുശ്രൂഷ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 27 വർഷങ്ങളാകുകയാണ്. ഞാൻ നേരത്തെ സന്തോഷ് ബ്രദർ ഓർപ്പിച്ച പോലെ ഈ ഒരു രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ വരുമെന്ന് ചിന്തിച്ചിട്ടോ ഒന്നും നിന്ന ഒരാളല്ല ഞാൻ. പഠിച്ച് എല്ലാവരെ പോലെ ഞാനും ഒരു ഉദ്യോഗസ്ഥനാകണം എന്ന് ചിന്തിച്ച് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര ചെയ്തെങ്കിലും ജീവിതത്തിൽ എവിടെയൊക്കെയോ ഈ സംഗീതത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് പലപ്പോഴും ആ സംഗീതം എന്നെ പലപ്പോഴും ആ നിലയിൽ എന്നെ ഉണർത്തിച്ചിട്ടുണ്ട്, എന്നെ ബോധം വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ അത് കർത്താവ് എനിക്ക് ചിന്തകൾ നൽകി തന്നു. അത് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നാളിതുവരെയും സുവിശേഷ വേലയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കൊക്കെ പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ടല്ലോ, കർത്താവിൻ്റെ കൃപ അത് ധാരാളമായിട്ട് ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷ രംഗത്തും ഒക്കെ അനുഭവിക്കുവാൻ ഇടയാകുന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് ഉള്ളൂ. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം ഞങ്ങളിവിടെ റാന്നിയിൽ വസിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ചിലർക്കറിയാം, എങ്കിലും ബിബി എന്നാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് ഞങ്ങൾക്ക് നൽകി. ജോവാഷ്, ജോവാൻ, ജീൻ. ഈ 3 കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് അവരെ കർത്താവിനായിട്ട് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ദൗത്യമുണ്ട് എന്നുള്ളത് അറിയാം. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് എൻ്റെ മാതൃസഭ റാന്നിയിലുള്ള സിയോൻ ബ്രദറൻ അസംബ്ലിയാണ്. ആ സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. മാത്രമല്ല സഭയെക്കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്ന പല കാര്യങ്ങൾ എനിക്കുണ്ട്. കാരണം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം പിന്തുണയും പ്രോത്സാഹനവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ സ്ഥലം സഭയിൽ നിന്നാണ്. എൻ്റെ മാതൃസഭ എന്നെ ആ നിലയിൽ വളരെയധികം കരുതുന്നു, സ്നേഹിക്കുന്നു, പ്രോത്സാഹനം നൽകുന്നു, ശുശ്രൂഷകൾ നൽകുന്നു. അത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ട് നാളിതുവരെ നിൽക്കുന്നു. അതാണ് എനിക്ക് പറയുവാനുള്ളത്. മാത്രമല്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സത്യമുണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ ഏറ്റവും അധികം പ്രയോജനപ്പെടേണ്ടത്, ഫലകരമാകേണ്ടത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന, എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലം സഭയിലാണ്. ഞാൻ മറ്റേതൊരു സ്ഥലത്ത് പോയി പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനേക്കാളും, ഞാൻ മറ്റെവിടെ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു, ഞാൻ അവിടെയൊക്കെ വളരെ ദൂരം ഞാൻ യാത്ര ചെയ്തൊക്കെ ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലം സഭയ്ക്ക്
ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ഫലകരമായി ചെയ്യണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സഭയ്ക്ക് വേണ്ടി, സഭയോട് ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ ആവോളം അധ്വാനിക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില ആലോചനകൾ പങ്കുവയ്ക്കുവാൻ എന്നോട് ചേർന്ന് സാക്ഷ്യത്തിൻ്റെ ചില കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നു, സമയം അനുവദിക്കുന്നത് പോലെ. നമ്മുടെ ദൈവം, തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. ദൈവം അനേകരെ ഭക്തന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. യഹോവയുടെ ഭക്തൻ, എൻ്റെ ഭക്തൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവം തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും തിരുവചനം നോക്കുമ്പോൾ ഏറ്റവും അധികം ഭക്തൻ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഇയ്യോബ്. ഇയ്യോബിനെ ദൈവം തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ കാണുന്നു. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ തന്നെ ദൈവം താൻ തന്നെ ഇയ്യോബിനെ കുറിച്ച് തന്നെ പറയുന്ന സാക്ഷ്യം, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരുമില്ലല്ലോ. ഇത് ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം. ആ സാക്ഷ്യത്തിനകത്ത് ദൈവം തന്നെ ഇയ്യോബിനെ കുറിച്ച് പറയാം, അവൻ ഭക്തനാ, അവനൊരു ഭക്തനാ, അവൻ എൻ്റെ ഭക്തനാ എന്ന് പറയുക. മാത്രമല്ല, ഈ സാക്ഷ്യം തന്നെ ഇയ്യോബിന്റെ ഭാര്യയും തന്നെ പറയുന്നുണ്ട്. ഇയ്യോബിന്റെ ഭാര്യ തന്നെ ആ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ തന്നെ പറയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. അപ്പം ഭാര്യയ്ക്കും അറിയാം അവനൊരു ഭക്തനായ, യഹോവ ഭക്തനായ മനുഷ്യനാണ്. അപ്പം ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു, ഭാര്യ സാക്ഷ്യം പറയുന്നു. മാത്രമല്ല, തൻ്റെ സ്നേഹിതന്മാരിൽ ഒരാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടത്, പലതവണയായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തേമാന്യനായ എലിഫസ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ. അപ്പോൾ ആ കൂട്ടുകാരന് പോലും അറിയാം താൻ യഹോവയുടെ ഭക്തനാണെന്നുള്ളത് അറിയാം. നീ ആശ്രയിക്കുന്നത്, നീ ഭക്തനായിരിക്കുന്നു എന്നുള്ള ആ സത്യം വിളിച്ചു പറയുകയാണ്. മാത്രമല്ല, 22-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുന്നത്. അപ്പം അവന്റെ ഭക്തിയെയാണ് കൂട്ടുകാർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ദൈവം തന്നെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഭക്തനെന്ന് കൃത്യമായിട്ട് വിളംബരം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഇയ്യോബിനെ കാണാം. അങ്ങനെ ചിലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ പഴയകാല പിതാക്കന്മാരെ നോക്കിയാൽ, നമ്മൾ പിതാക്കന്മാരെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമുണ്ട്, അവര് ഭക്തന്മാരായിട്ടുള്ള പിതാക്കന്മാര്, അവർ ഭക്തന്മാരായിരുന്നു. നമ്മൾ അവരെ ചിലരെയൊക്കെ പേര് ചൂണ്ടി പറയും, അവൻ ഭക്തനായിരുന്നു, ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ആ വ്യക്തി എന്ന് നമ്മൾ പറയാറുണ്ട്. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണുന്ന ചിലരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അവരൊരു മഹാഭക്തനായ ഒരു മനുഷ്യനാണ്, ഒരു ഭക്തനാ. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രത്യേക സമയം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയോട് ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളോട് ബന്ധപ്പെട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ 1-2 മാസം വീട്ടിൽ നിന്ന് തന്നെ മാറുകയാണ്. കാരണം താൻ ആ പ്രത്യേകമായ കാര്യത്തോട് ബന്ധപ്പെട്ട് താൻ ഭക്തനായിട്ട് താൻ ജീവിക്കുകയാണ്. അപ്പൊ കാണുമ്പോഴൊക്കെ പറയും, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഇന്ന കാര്യത്തിനായിട്ട് പോവുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളോട് ഒരു കാര്യം കൂടെ പറയും, എനിക്കൂടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അപ്പം ഇങ്ങനെ ഉള്ള ഭക്തന്മാരെ, അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ജീവിക്കുന്നവരെ നമുക്ക് സമൂഹത്തിലും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, എന്നാൽ ഒരുവൻ മാത്രം ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ ഞാൻ അങ്ങയുടെ ഭക്തനാ. ഒരൊറ്റ വ്യക്തി പറയുകയാണ്, ഞാൻ അങ്ങയുടെ ഭക്തൻ. ദൈവം സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ വാക്കല്ല, താൻ തന്നെ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഞാൻ അവിടുത്തെ ഭക്തനാ. ആരാണ് ഈ മനുഷ്യൻ? ഞാൻ അങ്ങയുടെ ഭക്തനാണെന്ന് വെളിപ്പെടുത്തുന്ന ആ മനുഷ്യൻ ആരാ? നമുക്കറിയാവുന്ന വ്യക്തിത്വം തന്നെയാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കൊന്ന് നമുക്കൊന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്കൊന്ന് എടുത്തു നോക്കുന്നത് നന്നായിരിക്കും. 82-ാം സങ്കീർത്തനത്തിൽ താൻ ആ കാര്യം വെളിപ്പെടുത്തുക. 86-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. ലോർഡ്, ഐ ആം എ ഗോഡ്ലി മാൻ. ദൈവമേ ഞാൻ അങ്ങയുടെ ഒരു ഭക്തനാ. ദൈവം പറയുകയല്ല, ദൈവത്തോട് പറയുക. നമുക്കറിയാം ഇതാരാ പറഞ്ഞെന്ന് നമുക്കറിയാം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, ഞാൻ അങ്ങയുടെ ഭക്തനാ.
ഇവിടെ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ആശ്രയിക്കാതെ തൻ്റെ ദൈവത്തിലുള്ള ആ വലിയ ആശ്രയത്തെ താൻ ഏറ്റു പറയുക. ഒരുവൻ ദൈവത്തിൻ്റെ ഭക്തനാണ്, ക്രിസ്തുവിൻ്റെ ഭക്തനാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തോട് എത്രമാത്രമുള്ള ഒരു പ്രത്യേക നിലയിലാണ് താൻ ജീവിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് വെറുതെ കർത്താവേ ഞാൻ നിന്റെ ഭക്തനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട്. എന്നാൽ താൻ ഉറപ്പിച്ച് പറയുകയാണ്, ദൈവത്തിന് മുമ്പാകെ പറയുക, എന്താ, ഞാൻ അങ്ങയുടെ ഭക്തനാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ക്രിസ്തു ഭക്തനിൽ ദൈവഭക്തൻ എന്ന് ഒരുവൻ പറയുമ്പോൾ അവനിൽ വെളിപ്പെട്ട് കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ ക്രിസ്തു ഭക്തൻ ആരാണ്, അവനിൽ വെളിപ്പെടുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയും. ഞാനത് കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്താ ഒരു ക്രിസ്തു ഭക്തന്റെ, ഒരു ദൈവഭക്തൻ എന്നൊരുവനെ കുറിച്ച് പറയുമ്പോൾ ആ ഭക്തനിൽ വെളിപ്പെടുന്ന സ്വഭാവം എന്താ, അവനിലുള്ള പ്രത്യേകത എന്താ, അവൻ ഭക്തനായിരിക്കണമെങ്കിൽ എന്താ അവന് പ്രത്യേകതയായിട്ടുള്ളത്, അത് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ആ കാര്യങ്ങൾ പറയാമെന്ന് ചിന്തിക്കുന്നു. നാം സങ്കീർത്തനം 4:3 വാക്യത്തിൽ ഒരു ഭക്തന് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു ഭക്തൻ എങ്ങനെയാണെന്ന് സങ്കീർത്തനം 4:3 നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിൽ തന്നെ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 4-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. അപ്പോൾ ഒരു യഹോവ ഭക്തനായ മനുഷ്യൻ അല്ലെ ഒരു ക്രിസ്തു ഭക്തൻ ആരാണ്? അവനും വേർതിരിക്കപ്പെട്ടവനാണ്, ഒരു വേർപാട് അനുഷ്ഠിക്കേണ്ടുന്നവനാണ് ഒരു ക്രിസ്തു ഭക്തൻ. ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. രാവിലെ ഈ ഭാഗവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ നാമും നമ്മുടെ തലമുറകളും വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള സത്യം ഇന്ന് എത്രത്തോളം നമ്മുടെ ഓർമ്മയിലുണ്ട്. പലപ്പോഴും വേർപാടിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എല്ലാവരും വന്നെത്തിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നോക്കിയാൽ നമുക്കറിയാം, രണ്ടുപേരും ഒന്നിച്ച് യാത്ര തുടങ്ങി, അബ്രഹാമും ലോത്തും. രണ്ടുപേരും ഒരുപോലെ യാത്ര ചെയ്തു തുടങ്ങുന്നു. എന്നാൽ ആ യാത്രയുടെ എവിടേക്കോ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരുടെയും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങൾ വെളിപ്പെട്ടു വരുന്നുണ്ട്. ഒരുവൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, സമ്പന്നനാണെന്നും സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുമ്പോൾ തന്നെ നിശ്ചിതമായ വേർപാട് അനുഷ്ഠിക്കുന്ന ഒരു ഭക്തനെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ലോത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തിലേക്ക് ഓരോ ഘട്ടം കഴിയും തോറും, ഓരോ നാൾ കഴിയും തോറും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ലോത്തിനെയും കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, വേർതിരിക്കപ്പെട്ടവരാണ്, വേർപാട് അനുഷ്ഠിക്കേണ്ടവരാണ്, വേർപാടുകാർ എന്നുള്ള പേരിനുടമകളാണ് നാം. ഒരു ക്രിസ്തു ഭക്തൻ വേർപാട് അനുഷ്ഠിക്കേണ്ടുന്നവനാണ്, ഒരു വേർപെട്ടവനാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്യക്തിയുടെ, നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ആ കുട്ടിയുടെ ചിത്രം കാണുവാൻ എന്നോട് ചോദിച്ചു, ഞാനൊരു കുട്ടിയുടെ ചിത്രം എന്നെ അയച്ചതിനോട് ചോദിച്ചു, ഇതിനകത്ത് നമ്മുടെ കുട്ടിയെ ഒന്ന് കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ ആ ഫോട്ടോയിൽ ഒരു 4 പേര് നിൽക്കുക. ആ 4 പേരിൽ ഒരു ദൈവമകൾ അല്ലെങ്കിൽ ദൈവം വൈതൽ എന്നുള്ള നിലയിൽ ആ കുട്ടിയെ നമുക്ക് പേര് പറഞ്ഞത് കൊണ്ട് വേർതിരിച്ചറിയാൻ പറ്റി. അല്ലാതെ വേഷം കൊണ്ടോ ആ കാഴ്ച കൊണ്ടോ ആ കുട്ടീനെ വേർതിരിച്ച് കാണാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പൊ സമൂഹത്തിന്റെ മധ്യത്തിൽ, ലോകത്തിന്റെ നടുവിൽ വേർപാട് അനുഷ്ഠിക്കേണ്ടുന്നവരായ നമ്മളും നമ്മുടെ തലമുറകളും എന്ത് സംഭവിക്കുന്നു? ആ വേർപാടിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന, ഇവർ വേർപാടുകാർ തന്നെയാണോ എന്ന് അന്വേഷിക്കുന്ന, സംശയിക്കുന്ന, ആ വേർപാടും വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ലോകക്കാരോടൊപ്പം അവരുടെ കൂടെ ചേർന്ന് പോകുന്ന നമ്മുടെ തലമുറയെ കാണാനിടയായി. പ്രിയമുള്ളവരെ, വളരെയധികം ദാരുണമായ ഒരു കാര്യം. നമുക്ക് പല സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. നാം വേർപെട്ടവരാണ്. ഒരു ക്രിസ്തു ഭക്തനെ അവിടെ നമ്മൾ വായിക്കുക, എന്താ, വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുക. രണ്ടാമത്തെ കാര്യം, ഒരു ക്രിസ്തു ഭക്തനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന കാര്യം, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അവിടെ 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു വ്യക്തിത്വത്തെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം അവിടെ
മൂന്നാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ആഹാബ് തൻ്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഒബദ്യാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യം, ഒബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഒബദ്യ ഫിയർ ദ ലോർഡ് ഗ്രേറ്റ്ലി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയും അതിൻ്റെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. 12-ാം വാക്യത്തിന്റെ അവസാനം: ഞാൻ നിന്നെ പിരിഞ്ഞു പോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടിയനോ, അടുത്ത വാക്യം പറയുകയാണ്, അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനായിരുന്നു. അപ്പൊ ഇവിടെ ഈ വാക്ക് നാം കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പഠിച്ചാൽ, അല്ല ഇതിന്റെ ഒരു പരിഭാഷ നോക്കിയാൽ അവിടെ പറയുന്ന വാക്ക് എന്താ? ഫിയർ ദ ലോർഡ് ഫ്രം മൈ യൂത്ത്. ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ദൈവത്തോട് ഭയമുള്ളവനായിരുന്നു. നമുക്കറിയാം ഇവിടെ ഈ പറയുന്നത് യഹോവയെ ഭയപ്പെടുന്ന ഒരു ഒബദ്യാവിനെ കുറിച്ചാണ്. ഒബദ്യാവ് എന്ന് പറഞ്ഞ വ്യക്തി ആഹാബിന്റെ ഗ്രഹവിചാരകനാണ്, ഭരണാധിപതിയാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ, തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ കൃത്യനിർവഹണം നടത്തുമ്പോൾ യഹോവയിലുള്ള ഭയം വിട്ടുപോകാതെ എന്ത് ചെയ്യുക? തൻ്റെ നിയോഗം നിയോഗം പൂർത്തീകരിക്കുന്ന ഒരു ഒബദ്യാവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. താൻ ഔദ്യോഗിക രംഗത്ത് തൻ്റെ കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഭരിക്കുന്ന ചിന്ത എന്താ? ഞാൻ യഹോവയെ ഭയപ്പെടുന്നവനാണ്, ഞാൻ യഹോവ ഭക്തനാണ്. ഇവിടെ ഏലിയാവിനോട് ബന്ധപ്പെട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ തൻ്റെ ഭക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചില സ്റ്റേറ്റ്മെന്റ് അവിടെയുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത്: ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. അപ്പൊ തൻ്റെ ആ ഭക്തിയുടെ ചില വ്യത്യസ്തമായ ആ വെളിപ്പെടുത്തലുകൾ, ഭക്തിയുടെ പ്രവൃത്തി അവിടെ കാണുന്നത്. താനൊരു പ്രത്യേക സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അവിടെയുള്ള പ്രത്യേക സാഹചര്യങ്ങളോട് ചേർന്ന് പോകുകയല്ല ഞാൻ ചെയ്തേ, അതിൻ്റെ നടുവിലും തൻ്റെ ഭക്തിയോടുകൂടിയുള്ള തൻ്റെ ഒരു സമീപനം അവിടെ കാണുക. അതേ കാര്യം തന്നെ താൻ വീണ്ടും ഏലിയാവിനോട് ഈ കാര്യം ഉണർത്തിച്ച് പറയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, 13-ാമത്തെ വാക്യം: ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരെ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ? അപ്പോൾ താൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തൻ്റെ ഭക്തിയുടേതായിട്ടുള്ള മനോഭാവം, ഭക്തിയുടേതായിട്ടുള്ള തൻ്റെ പ്രവൃത്തി, യഹോവയോടുള്ള ഭയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. അപ്പോൾ ഒരു യഹോവ ഭക്തനായ മനുഷ്യൻ താൻ തന്നെക്കുറിച്ച് പറയുക, തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ തന്നെക്കുറിച്ച് പറയുന്ന ഒരു സത്യം എന്താ? ഞാൻ യഹോവയെ ഭയപ്പെടുന്നവനാണ്. ഔദ്യോഗിക സ്ഥാനത്ത് വഹിക്കുന്ന ഒരു ഭക്തനാണ് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ പറയുന്ന വാക്കാണ് എന്താ? ഞാൻ യഹോവയെ ഭയപ്പെടുന്നു, ഞാൻ യഹോവയെ ഭയപ്പെടുന്നു. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. എന്താ? യഹോവയോടുള്ള ഭക്തി, യഹോവയോടുള്ള ഭയം വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് നോക്കിയാൽ അത് യഹോവയോടുള്ള ഭയം വിട്ടുപോകുന്നു. ഇന്ന് അന്യോന്യം പോരിന് വിളിക്കുന്നു, അല്ലേ? അങ്ങനെ കാണാൻ സാധിക്കും. മാത്രമല്ല ദുഷ്പ്രചരണങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നടത്തുന്നു, വിശ്വാസ വഞ്ചന ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലുള്ളവരെ കാണാൻ സാധിക്കുന്നു. ഒരു മടിയില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് എഴുതുന്നു. അലക്ഷ്യമായിട്ട് ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന മനോഭാവം, തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കർത്തൃമേശയിൽ തുടരുന്ന ഒരു സമൂഹം, അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ഭയം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭയത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യവിചാരകനെ കാണാൻ സാധിക്കും. താൻ തന്നെക്കുറിച്ച് പറയുക, ഞാൻ യഹോവ ഭക്തനാണ്. ഒരു ക്രിസ്തു ഭക്തൻ, അവനിൽ ദൈവ ഭയം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. മൂന്നാമതായിട്ട് ഒരു യഹോവ ഭക്തനായ മനുഷ്യനെ കുറിച്ച്
നാം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. 10-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ 10-ന്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കൈസരി ഇത്ലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിനു വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് അവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ പറയുകയാണ്: എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചതിന് അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഭക്തനായ ഒരു മനുഷ്യനെന്ന് തിരുവചനം തന്നെ, പരിശുദ്ധാത്മാ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. ആരെക്കുറിച്ചാ? കൊർന്നല്യോസ് എന്ന് പേരുള്ള ഒരു ശതാധിപനെ കുറിച്ച് തിരുവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. അവൻ ആരാ? ഭക്തനായ മനുഷ്യൻ തന്നെയാ, അവനും ഭക്തൻ തന്നെയാ. എന്നാൽ അവനോട് ചേർന്നൊരു കാര്യം കൂടെ പറയാ, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ മാത്രമല്ല, അവന് എപ്പോഴും, അവനെക്കുറിച്ച് പറയാ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അപ്പോൾ എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വം കൂടി ആയിരുന്നു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ് 4-ാം വാക്യത്തിൽ പിന്നെ പറയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പം കൊർന്നല്യോസിനെ സംബന്ധിച്ച് തൻ്റെ ഭക്തിയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്ന എന്താ? തൻ്റെ പ്രാർത്ഥന അവിടെ വെളിപ്പെട്ട് വരും. അപ്പോൾ ഒരു ഭക്തനിൽ എന്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഒരു ദൈവത്തിന്റെ ഭക്തനോട് ബന്ധപ്പെട്ട് പറയാൻ കഴിയും, അവനിൽ പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് അവനിലുണ്ടാകും. മാത്രമല്ല, അവനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട, പ്രാർത്ഥനയുടെ ആത്മാവിൽ അവൻ എപ്പോഴും ആയിരിക്കും. നാം തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ന്റെ 16-17 വാക്യങ്ങളാണ് തോന്നുന്നു. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നതാ: ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നതാ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, ഇടവിടാതെ സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം ഒരു ക്രിസ്തു ഭക്തനിൽ നാം കാണാനായിട്ട് സാധിക്കും. 3-ാമതായിട്ട് നാം കണ്ട കാര്യം, ഒരു ക്രിസ്തു ഭക്തൻ വാസ്തവമായിട്ട് പ്രാർത്ഥനയുടെ ആത്മാവുള്ളവൻ ആയിരിക്കും എന്നുള്ളതാണ്. 4-ാമത്തെ കാര്യം, നാം സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഒരു പ്രത്യേകമായ കാര്യം പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്: യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. യഹോവ ഭക്തി, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ടു ഹേറ്റ് ഈവിൾ. യഹോവ ഭക്തനോട് ബന്ധപ്പെട്ട് പറയുന്നതാ, അവൻ ദോഷത്തെ വെറുക്കുന്നവൻ, അല്ലെ ദോഷം പ്രവർത്തിക്കുവാൻ കഴിയാത്തവൻ. നമുക്കറിയാം, യോബിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ച ഭാഗത്തും ഇത് തന്നെ പറയുന്നുണ്ട്. എന്താ? അവൻ ദോഷം വിട്ടകലുന്നവൻ. അപ്പോൾ ഒരു യഹോവ ഭക്തനെ കുറിച്ച്, ഒരു യഹോവ ഭക്തനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു മേന്മയായിട്ട് കാണാൻ കഴിയുന്നതാ, അവൻ ദോഷത്തെ വെറുക്കുന്നു, ദോഷം വിട്ടകലുന്നവൻ, അല്ലെങ്കിൽ തിന്മയിൽ നിന്ന്, തിന്മ പ്രവൃത്തിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവമുള്ളവനാണ് ഒരു യഥാർത്ഥ ഭക്തൻ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകത എന്താ? തിന്മ ചിന്തിക്കുന്ന, തിന്മ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. കൂട്ടുകാരനോടും കൂട്ടു സഹോദരനോട് പോലും ദോഷം നിരൂപിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് തിന്മ പ്രവർത്തിക്കുന്നവരെ സത്യം പറഞ്ഞാൽ നമ്മൾ ശകാരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുവിൻ, അല്ലേ? അപ്പൊ തിന്മ പ്രവർത്തിക്കുന്നവരെ ശാസിക്കാതെ കൂട്ടുനിൽക്കുന്ന കാഴ്ച, മൗനം പാലിച്ചുകൊണ്ട് ആ പ്രവൃത്തിക്ക്, ആ തെറ്റിന് മൗനം പാലിക്കുന്ന ഒരു കാഴ്ച. അവിടെ ഈ വാക്യത്തിൽ 8-ന്റെ 3-ാമത്തെ വാക്യത്തിൽ യഹോവ ഭക്തി ദോഷത്തോട് മാറി നിൽക്കുന്നു എന്നല്ല പറയുന്നത്, ദോഷം കണ്ടിട്ട് അകന്നു പോകുന്നു എന്നല്ല പറയുന്നത്. പിന്നെന്താ? എന്ത് മനോഭാവം ഒരു ഭക്തനിൽ വെളിപ്പെടേണ്ടത്? ഒരു ക്രിസ്തു ഭക്തനിൽ വെളിപ്പെടേണ്ട മനോഭാവം, ദോഷം കാണുമ്പോൾ അതിനോടുള്ളൊരു വെറുപ്പ് ആ ഭക്തനിൽ വെളിപ്പെടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ തിന്മയുടെ ഉറവിടം എവിടെയാ? ഈ ദോഷത്തിന്റെ ഉറവിടം എവിടെയാ? നാം യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ഒരു പ്രത്യേകമായ കാര്യം അവിടെ പറയുന്നുണ്ട്. നാം പലപ്പോഴും ആ ഭാഗം ചിന്തിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ അവിടെ 3-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നതാ: നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം. അപ്പം തിന്മയുടെ ഉറവിടം മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? തിന്മയുടെ ഉറവിടത്തെക്കുറിച്ച് ഭക്തൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താ?
അടങ്ങാത്ത, മെരുക്കുവാൻ കഴിയാത്ത ആ നാവിന് കൊടുത്തിരിക്കുന്ന വിശേഷണം എന്തുവാ? ദോഷം. ദോഷം, അത് തിന്മ. അവിടെ എന്താ വായിക്കുന്നത്? അടങ്ങാത്ത ദോഷം. അടങ്ങാത്ത ദോഷം. പിന്നെ തിന്മയോടുള്ള ഒരു ഭക്തന്റെ മനോഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 97-ാം സങ്കീർത്തനം ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 97-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. അപ്പോൾ യഹോവ ഭക്തന്മാരുടെ മനോഭാവം, അല്ല, യഹോവയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ എന്ത് ചെയ്യണം? ദോഷത്തോടുള്ള മനോഭാവം എന്തുവാ? ദോഷത്തോട് വെറുപ്പ് തോന്നുക, ദോഷം കണ്ടാൽ അതിനോട് വെറുക്കുക, അതിനെ ശാസിക്കുക. ഹേറ്റ് ഇവിൾ യു ഹു ലവ് ദ ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, യഹോവ ഭക്തന്മാര്, അവർ ദോഷത്തെ വെറുക്കുന്നവര് ആയിരിക്കും. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ടൊരു കൽപ്പന എന്നുള്ള നിലയിൽ പറയുന്നൊരു കാര്യമുണ്ട്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. 5-ാം അധ്യായത്തിൽ 20-21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, എന്താ പറയുന്നത്? സകലവിധ ദോഷവും വിട്ടകലുവിൻ. അപ്പം ദോഷത്തോടുള്ള ഒരു ക്രിസ്തു ഭക്തന്റെ, ഒരു ദൈവ പൈതലിന്റെ മനോഭാവം എന്തായിരിക്കണം? ദോഷം കണ്ടിട്ട് മൗനമായി നിൽക്കുക എന്നുള്ളതല്ല. ദോഷം കണ്ടിട്ട് ഞാനത് കണ്ടില്ലേ എന്ന് പറയുകയല്ല. ഞാൻ അറിഞ്ഞുവെങ്കിൽ തന്നെ അത് ഞാൻ അറിയാത്ത ഒരാളെപ്പോലെ നിൽക്കുക എന്നുമല്ല. പിന്നെന്താ വേണ്ടേ? അതിനോട് വിട്ടകലാൻ, അതിനോട് വെറുപ്പ് തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രത്യേകമായിട്ടുള്ള യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ കുറച്ചു പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യത്തിൽ ആ വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എനിക്കവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പം എന്താ കാരണം? ദോഷമായിട്ടുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ചാകട്ടെ, മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചാകട്ടെ, ദോഷമായിട്ടുള്ളത്, തിന്മയായിട്ടുള്ളത് പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ അതിനോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു മനോഭാവം. ഇറങ്ങിപ്പോയി അതിനോട് പ്രതികരിച്ച ഒരു വ്യക്തിയെ എനിക്ക് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വാസ്തവമായിട്ടും ദോഷം വിട്ടകലുന്ന ഒരു മനോഭാവം, ദോഷത്തോട് വെറുപ്പുണ്ടാകുന്ന ഒരു മനോഭാവം ഒരു ക്രിസ്തു ഭക്തനിൽ ഉണ്ടായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പരിശോധിക്കാം. 5-ാമതായിട്ട് സങ്കീർത്തനങ്ങൾ 86-12, അതായത് നാം ഈ ദാവീദിനെ കുറിച്ച് തന്നെ ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ നിന്റെ ഭക്തനാകുന്നു എന്ന് പറഞ്ഞ ദാവീദ് അവിടെ തന്നെ പറയുന്ന, തൻ്റെ ഭക്തിയോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രത്യേകമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് 86-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. അപ്പൊ ദാവീദ് പറയുന്ന കാര്യം, ദൈവത്തിന്റെ ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ താൻ പറയുന്നതാ, ആ ആരാധനയുടെ ഒടുവിലായിട്ട് താൻ പറയുന്നതാ, ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താ? ഞാൻ ദൈവത്തിന് വാസ്തവമായിട്ട് മഹത്വം കൊടുക്കും. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും അധികം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ വളരെയധികം ശ്രദ്ധയോടുകൂടെ നീങ്ങുന്ന ഒരു കാര്യം ഈ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വാസ്തവമായിട്ട് നാം മഹത്വം കൊടുക്കുന്നവരാണോ അതോ മഹത്വം എടുക്കുന്നവരാണോ? കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, 31-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണല്ലോ. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ഒരു കൽപ്പന എന്നോണം നമ്മോട് പറയാം, എന്താ? എന്തു ചെയ്ത് അടിസ്ഥാനപരമായ ഒരു കാര്യം, ഒരു ആഹാരം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അല്ലേ? തിന്നാലും കുടിച്ചാലും. അപ്പം ആ ചെറിയ കാര്യത്തിൽ തുടങ്ങി എന്തു ചെയ്താലും ഇവിടെ എല്ലാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് വാസ്തവമായിട്ട് മഹത്വം കൊടുക്കുവാനായിട്ട് സാധിക്കണം. നാം മഹത്വം വാസ്തവമായിട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? നാം മഹത്വം എടുക്കുന്ന പ്രവൃത്തികളാണോ നമ്മൾ ഉണ്ടാകാറുള്ളത്? പലപ്പോഴും നമ്മളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാണോ? വാസ്തവമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളുടെ സ്റ്റാറ്റസുകൾ, നമ്മുടെ ഫേസ്ബുക്കുകൾ നോക്കിയാൽ നമുക്കറിയാം അവിടെ കൂടുതലായിട്ട് നാം എന്താണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് വഴി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേസ്ബുക്ക് വഴി, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മെസ്സേജ് വഴി നാം മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നത് എന്താ നമ്മൾ പാസ് ചെയ്യുന്നത്? നമ്മുടെ സംസാരത്തിൽ നിഴലിച്ചു വരുന്ന കാര്യങ്ങൾ എന്താ? കർത്താവിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളാണോ? കർത്താവ് എന്നെ സഹായിച്ചു, കർത്താവിൻ്റെ കൃപയാൽ ഞാനിത് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളാണോ? കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക പ്രോഗ്രാമിനായിട്ട് ക്ഷണിച്ചു. ആ ക്ഷണിച്ച വ്യക്തിയിൽ നിന്ന് ഞാൻ കേട്ട കാര്യമാണ്. അപ്പോൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ആ പ്രത്യേക പ്രോഗ്രാമിൽ വെച്ചു. അപ്പോൾ ഈ നോട്ടീസിൻ്റെ ഫ്ലെയർ കണ്ടിട്ട് ഈ ക്ഷണിക്കപ്പെട്ട അതിഥി തിരിച്ച് ഇദ്ദേഹത്തെ വിളിച്ച അവരോട് ചോദിച്ചു, എൻ്റെ പേര് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും എൻ്റെ ഡെസിഗ്നേഷൻ അതിനകത്ത് വന്നില്ല, എൻ്റെ ഡെസിഗ്നേഷൻ അതിനകത്ത് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചൊരു മറുപടി കൊടുത്തത് ഇതാണ്: സാറേ, സാറിന് നല്ലൊരു പേരുണ്ടല്ലോ സാറേ, ഇനി അതിനും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ താൻ ആഗ്രഹിച്ചത് എന്താ? തനിക്കുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ, തൻ്റെ ഭൗതികമായിട്ടുള്ള സ്ഥാനങ്ങളെയും അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുക. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? നാം മഹത്വം എടുക്കുന്നവരായിട്ട്, മഹത്വം കൊടുക്കാതെ പോകുന്ന, മഹത്വപ്പെടുത്താൻ പരാജയപ്പെട്ടു പോകുന്നവരായിട്ട് നാം തീരുന്നില്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്, ഞാൻ പലപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുള്ള, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷ രംഗത്തും എന്നെ സ്വാധീനിച്ചിട്ടുള്ള പല വ്യക്തിത്വങ്ങളുണ്ട്. ഓരോരുത്തരെയും നമുക്ക് അടുത്തറിയുമ്പോൾ അവരനേകം നന്മകൾ പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് ഷാജി തുമ്പച്ചിറയിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ. ഞാൻ അച്ഛനെക്കുറിച്ച് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ വീണ്ടും എനിക്ക് പറഞ്ഞ സന്തോഷമുണ്ട്. കാരണം ഈ അച്ഛൻ ക്രൈസ്തവ ഗാന കൈരളിക്ക് അനേക ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ധാരാളം ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളിൽ താൻ സംഭാവന ചെയ്ത വ്യക്തി. അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിനോട് അല്പസമയം ചെലവഴിക്കാനിടയായ സമയം ഞാൻ ഓർക്കുന്നു. അത് ഈ മുമ്പേ പറഞ്ഞ പോലെ ഭിന്നിച്ചാനുണ്ടായിരുന്ന സ്റ്റുഡിയോയിൽ, അവിടെ ആത്മീയാത്രയുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ ഈ അച്ഛൻ അവിടെ വന്നു. ഈ അച്ഛനെ കാണാനായിട്ട് അന്ന് പ്രത്യേക ഒരു പ്രോഗ്രാമിന് ഞങ്ങളോട് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഈ ഭിന്നിച്ചാൻ്റെ കെയർ ഓഫിൽ തന്നെ ഞങ്ങളവിടെ ചെന്നിരുന്നു. ഞാനും എൻ്റെ പിതാവും ചില പ്രിയപ്പെട്ടവരും എൻ്റെ കൂടെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത്. എന്നാൽ അച്ഛൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ നിന്ന് അനേകരെ ഫോട്ടോ എടുക്കുവാനായിട്ട്, അച്ഛൻ്റെ കൂടെ നിൽക്കാനായിട്ട് അനേകരിങ്ങനെ നിന്ന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അനേകരടുത്ത് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ടേൺ വന്നു, ഞങ്ങളും അടുത്ത് വന്ന് നിന്ന് ആ ഫോട്ടോ എടുക്കുക. അപ്പോൾ ആ ഫോട്ടോ എടുത്ത് നിന്ന് അച്ഛൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് ഞാൻ. അപ്പോൾ ഈ അച്ഛൻ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കണം, എന്തുവാന്നുള്ളത് അടുത്ത് ചെവി കൂർത്തെങ്കിൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ അച്ഛൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴെല്ലാം ചെയ്യുന്നൊരു കാര്യം, അനേകർ വന്ന് തൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ നിന്നുകൊണ്ട് മൗനമായി വാചാലനായിട്ട് പറയുന്ന കാര്യം, ദൈവമേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മാത്രം മഹത്വം, അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കിയതാണ്, എല്ലാവരും തന്നെ അവിടെ പുകഴ്ത്തുന്ന രംഗങ്ങളാണ്, തന്നെ ഉയർത്തുന്ന രംഗമാണ്. എന്നാൽ താൻ എന്ത് ചെയ്യുക? തനിക്ക് വരുന്ന മഹത്വം, തനിക്ക് ലഭിക്കുന്ന മഹത്വം താൻ ആ പ്രത്യേക നിമിഷത്തിൽ പോലും ശ്രദ്ധയോടുകൂടെ ദൈവത്തിന് തിരിച്ചും മഹത്വം കൊടുക്കുന്ന ഒരു കാഴ്ച എന്നെ അത് വളരെ സ്വാധീനിച്ചു. അപ്പം നമ്മളെ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കുന്ന, നമ്മളെ പുകഴ്ത്തുന്ന, നമുക്ക് അംഗീകാരം ലഭിക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ നാം ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ, ആ അംഗീകാരം, ആ മഹത്വം അത് അങ്ങേക്ക് തിരിച്ചു നൽകേണ്ടതാണ്, അത് അങ്ങ് എന്നിൽ വസിക്കുന്നതുകൊണ്ട്. ഞാൻ പലപ്പോഴും പറയും, നമ്മളൊക്കെ കർത്താവിനെ ചുമക്കുന്ന കഴുതകളായിട്ട് മാറണം. കർത്താവിനെ ചുമക്കുന്നവരാണെന്നുള്ള ബോധ്യം, കർത്താവിനെ ചുമക്കുന്നത് കൊണ്ടുള്ള നമ്മയാണ്, അംഗീകാരമാണെന്നുള്ള അടിസ്ഥാനം, ആ ബോധ്യം നമ്മളെ എല്ലായ്പ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ചെറിയ കാര്യത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു അംഗീകാരം ലഭിച്ചാൽ ഉടനെ പറയണം, കർത്താവേ, അത് അങ്ങേക്കുള്ളതാ, അങ്ങ് മഹത്വം എടുക്കുന്നവനെ, മഹത്വം ആഗ്രഹിക്കുന്ന ദൈവമാണ്. എൻ്റെ മഹത്വം ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഓരോ സന്ദർഭത്തിലൂടെയും എന്തു ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് തീരണം എന്നുള്ളത് ആഗ്രഹിക്കുക. ഇതാ ഒരു ഭക്തൻ്റെ മനോഭാവം. എന്താണ്? വാസ്തവമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ് നമ്മൾ ചിന്തിച്ച കാര്യം? ഒരു ഭക്തൻ യഥാർത്ഥമായിട്ടുള്ള ഒരു വേർപാട് അനുഷ്ഠിക്കുന്നവനാണ്, വേർപാട് കാത്തു സൂക്ഷിക്കുന്നവനാണ്. രണ്ടാമത്, ഒരു ഭക്തൻ യഥാർത്ഥമായിട്ടുള്ള ഭക്തിയിൽ അല്ലെ ഭയത്തിൽ ജീവിക്കുന്നവനാണ്. മാത്രമല്ല, പ്രാർത്ഥനയുടെ ആത്മാവോടുകൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. മാത്രമല്ല, അവൻ ദോഷത്തെ വെറുക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിലായിട്ട് ചിന്തിച്ച്, മഹത്വം അവൻ കർത്താവിന്
കൊടുക്കുന്നവനാണ്. ഒരു നല്ല ഭക്തനായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എനിക്കിന്ന് ഒരു നല്ല മതഭക്തനായിട്ട് ജീവിച്ച് മരിക്കാനായിട്ട് ഒരു പക്ഷെങ്കിൽ എനിക്ക് സാധിക്കും. ഒരു നല്ല ബ്രദർകാരൻ എന്നുള്ള പേര് എനിക്ക് കിട്ടുമായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ പേരിനോട് ബന്ധപ്പെട്ട്, എൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നല്ല എന്നുള്ളൊരു പേര് എനിക്ക് വന്നുവെന്ന് വരാം. ഒരു നല്ല കാരനായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഔദ്യോഗിക രംഗത്ത് നല്ല പേര് ഞാൻ സമ്പാദിച്ചു, വിരമിക്കുമ്പോൾ എനിക്കൊരു നല്ല പേര് ലഭിച്ചു ഔദ്യോഗിക ജോലിയോട് ബന്ധം. എന്നാൽ ഒരു നല്ല ഭക്തൻ, ഞാൻ യഹോവ ഭക്തനാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് നമുക്ക് പറയാൻ സാധിക്കും. മറ്റുള്ളവർ പറയുമെന്നുള്ളതല്ല, ദൈവത്തോട് പറയാൻ സാധിക്കുമോ? അവനൊരു മഹാഭക്തൻ, അവനൊരു ഭക്തനായിരുന്നു. പഴയ നിയമ പിതാക്കന്മാരെ, പഴയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോട് ബന്ധപ്പെട്ട് നാം ഉച്ചരിക്കുന്നൊരു പദമാണ്, ആ വ്യക്തി ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ഭക്തനായിരുന്നുള്ള ഗുണമെന്താ? ഇങ്ങനെ ഭക്തിയോട് ജീവിച്ചാലുള്ള ഗുണമെന്താ? ഞാനതും ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഇങ്ങനെ ഭക്തനായി മാത്രം ജീവിച്ചാലുള്ള ഗുണമെന്താ? സഭാപ്രസംഗിൽ ഒരു വാക്യമുണ്ട്, നമുക്ക് ആ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. സഭാപ്രസംഗി 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായിട്ട് അറിയാം. ആരാ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോട് വരുമ്പോൾ താൻ നമ്മെ അറിയിക്കുന്നൊരു സത്യം എന്താ? നീ ഭക്തനായിട്ട് ജീവിച്ചാൽ, ഞാൻ ഭക്തനായിട്ട് ജീവിച്ചാൽ, നാം ഭക്തന്മാരായിട്ട് നിന്നാൽ ഒരു കാര്യം ഓർത്തോണം, ആ ഭക്തി വെറുതെ ആയി പോകുന്നില്ല. എന്താണ്? ഞാൻ നിശ്ചയമായിട്ടും എനിക്കൊരു നന്മ ഉണ്ട്, ദൈവത്തിൽ നിന്നൊരു നന്മ എനിക്കുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മാത്രമല്ല സങ്കീർത്തനം 145 145-ന്റെ 19-ാമത്തെ വാക്യത്തിൽ, 145-ന്റെ 19-ാമത്തെ വാക്യം, അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവർ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഇവിടെ ഒരു വ്യവസ്ഥ എന്താ? നിലവിളി കേട്ട് രക്ഷിക്കും. ദൈവം രക്ഷിക്കുന്നവനാ, പിന്നെ ആഗ്രഹം സാധിപ്പിക്കുന്നവനാ. പക്ഷെ ഒരു ക്ലോസ് അവിടെ ഉണ്ട്, എന്താ? തൻ്റെ ഭക്തനായിരുന്നാൽ മതി, തന്നോട് ഭക്തിയുള്ളവരായിരുന്നാൽ മതി. തന്നോടുള്ള യഥാർത്ഥമായ ഭക്തി ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹം എന്താ? തൻ്റെ ഭക്തന്മാരാണോ അവരുടെ ആ നല്ല ആഗ്രഹങ്ങളെ മാനിക്കും. അവരുടെ നിലവിളിയുടെ മുമ്പിൽ കടന്നു പോകുന്നവനല്ല ദൈവം, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നവനാണ് ദൈവം. നാം സങ്കീർത്തനങ്ങൾ 12-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അതും 12-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇതെന്താ? ദാവീദിൻ്റെ ഉള്ളറിഞ്ഞുള്ളൊരു പ്രാർത്ഥന. എന്താ? ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തം. എന്താ? വിശ്വസ്തന്മാര് മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസ്തന്മാർ കുറച്ചൊക്കെ ഉണ്ട് എന്നാ അതിൻ്റെ അർത്ഥം. വിശ്വസ്തരായവർ കുറച്ചൊക്കെ ഉണ്ട്. ദാവീദ് നോക്കുമ്പോൾ വിശ്വസ്തരായ കുറച്ച് പേരെ ദാവീദിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ദാവീദ് വളരെ ഉത്കണ്ഠയോടുകൂടെ പറയുന്നതാ: വിശ്വസ്തന്മാർ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല? ഒട്ടുമില്ലാത്തതാരാ? ഒട്ടുമില്ലാതെ പോകുന്ന ആരാ? ഭക്തന്മാരാ. ആ കാലഘട്ടത്തിലും, ദാവീദിന്റെ കാലഘട്ടം തുടങ്ങി നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും, പ്രിയമുള്ളവരെ, നാം നോക്കുമ്പോൾ ഭക്തന്മാരുടെ സംഖ്യ ഇല്ലാതെ പോകുന്ന, ഭക്തന്മാരെന്ന പേര് പറയാൻ നമുക്ക് തിരിഞ്ഞു നോക്കി, നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കി ഭക്തനായ ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മാതൃകയാക്കാനുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരെ നമുക്ക് എടുത്തു കാണാൻ സാധിക്കും? ഞാനൊരു ഭക്തനാണോ? ഒരു ഭക്തനായിട്ട് ജീവിച്ചു മരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഒരു ഭക്തനാണെങ്കിൽ ഭക്തനിൽ വെളിപ്പെടുന്ന ചില സ്വഭാവ മേന്മകൾ നാം ചിന്തിക്കുവാനിടയായി. നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം. കർത്താവേ, വാസ്തവമായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ഞാനൊരു വിശ്വാസി എന്നുള്ള എനിക്ക് പേരുണ്ട്, ഞാനൊരു ഇന്ന കാരൻ എന്നുള്ള ഒരു പേരെനിക്കുണ്ട്, മറ്റുള്ളവരൊക്കെ എന്നെ അംഗീകരിക്കുന്നുള്ള പേരെന്നുണ്ട്. പക്ഷേ ദൈവത്തിന് മുമ്പാകെ അടുത്ത് വരുമ്പോൾ, കർത്താവേ, ദാവീദ് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ധൈര്യത്തോടുകൂടെ ഒരു വ്യക്തിക്ക് പറയാൻ, ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ ആ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് പറയാൻ കഴിയൂ: കർത്താവേ, ഞാൻ എങ്കൽ ഭക്തനാണ്. ഞാൻ ഭക്തനാണെന്ന് പറയാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതം കൊണ്ട് അതായിരിക്കട്ടെ സാധിക്കേണ്ടത്, അതാകട്ടെ നമ്മുടെ ജീവിതം.
ഞാനൊരു ഭക്തനായിട്ട് ജീവിച്ചു, മരിച്ചു എന്നുള്ളൂ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം, പറഞ്ഞില്ല എന്ന് വരാം, മനസ്സിലാക്കിയെന്ന് വരാം, മനസ്സിലാക്കിയെന്ന് വരാം. എന്നാൽ ഒരു കാര്യം, ഒരു ഭക്തനാണെന്ന് പറയാൻ സാധിക്കുമോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ഭക്തൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ജീവിച്ചു മരിക്കാൻ നമ്മുടെ ജീവൻ സാധിച്ചാൽ ജീവിതം അന്വർത്ഥമായി തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ എളിയ ചിന്തകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിലയിൽ എനിക്ക് അവസരം നൽകി തന്ന കാൽവരിനാഥ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദിയും എന്നെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എളിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഞാനൊരു യഥാർത്ഥ ഭക്തനാണോ? ഈ ലോകത്തിലെ ഭക്തന്മാരുണ്ട്, മനുഷ്യരുടെ മുമ്പിലുള്ള ഭക്തന്മാരുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിലെ വിശ്വസ്തനായ ഒരു ഭക്തനായി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ശരിയായ നിലയിൽ അതിൻ്റേതായ രീതിയിൽ ഗാനം ആലപിക്കുക മാത്രമല്ല, അതിലുപരി ദൈവാത്മാവിൽ വചനം സംസാരിപ്പാനും കർത്താവിൻ്റെ ദാസന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ഞാനതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗാനങ്ങളും സുവിശേഷവൽക്കരണത്തിന് പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. അതുപോലെ ദൈവവചനവും പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസന് എല്ലാ ബലവും കൃപയും നൽകട്ടെ. ഇന്ന് രാത്രിയിൽ നാം എടുക്കേണ്ടുന്ന തീരുമാനം, കേവലം ഒരു വിശ്വാസിയായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി എന്തു വേണം, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് മരിക്കുക, അത്രയേ ഉള്ളൂ, ഞാൻ മരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ സ്വർഗത്തിൽ പോകും, ഇതല്ല നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു മനോഭാവം. നാം വായിച്ചു, വിശ്വസ്തന്മാരാകണം, എന്നാൽ അതിലുപരി ദൈവസന്നിധിയിലെ ശരിയായ ഭക്തന്മാർ ആകണം. അതായത് ദൈവത്തെ ഭയമുള്ളവരാകണം. അവരച്ഛൻ്റെ കഥ നമ്മൾ കേട്ടു. ദൈവനാമം ജീവിതത്തിലൂടെ മഹത്വപ്പെടുവാൻ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഴിവുകളിലൂടെ, കൃപാവരങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. ഇന്ന് രാത്രിയിൽ ആ തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ജോർലി ബ്രദറിനോടുള്ള അകമഴിഞ്ഞ നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമുകുരേശൻ നമ്മോടുകൂടെയുണ്ട്. അദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സും മറ്റ് കാര്യങ്ങൾ പറയുകയും നമ്മുടെ ജോയ് ജോൺ കുവൈറ്റെങ്കിൽ നമ്മോടുകൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ യോഗം അവസാനിപ്പിക്കും. മറ്റ് വിഷയങ്ങളും മറ്റും പറയാനായിട്ടും വോട്ട് ഓഫ് താങ്ക്സിനുമായിട്ട് കർത്താവിൻ്റെ ദാസൻ മാമുകുരേശനെ ബഹുമാനപൂർവ്വം പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ തക്കവണ്ണം ദൈവമക്കളെ ഇന്ന് ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കിയ 105-ാമത്തെ എപ്പിസോഡാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നത്. ബാക്കി 104 എപ്പിസോഡിലും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇവിടെ വരുത്തി. ഇന്നത്തെ എപ്പിസോഡും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു എന്നുള്ളത് കേട്ട നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. നേരത്തെ സന്തോഷ് ബ്രദർ പറഞ്ഞ പോലെ ജോൺലി സോയിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ വചനത്തിൽ നിന്ന് ആഴമേറിയ സത്യങ്ങൾ ഇന്ന് പ്രിയ സഹോദരിൽ നിന്ന് കേൾക്കുവാൻ തക്കണം ദൈവം ഇവിടെ വരുത്തി. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല ദോഷം വിട്ടൊരു വിശ്വാസി ജീവിക്കണം. മാത്രമല്ല ദൈവത്തിന് വേണ്ടിയാണ് മഹത്വം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഭക്തനായി ജീവിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. എത്രയോ വിലയേറിയ ഒരു മെസ്സേജ് ആണെന്ന് നമുക്ക് ഒരു കർത്തൃദാസിൽ നിന്ന് ദൈവം തരുവാൻ തക്കണം ഇടവരുത്തിയത്. നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ജോൺലി സഹോദരന് ഞങ്ങളുടെ പ്രത്യേകിച്ച് നന്ദിയെ മനുഷ്യരുടെ നാമത്തിൽ അറിയിക്കുകയാണ്. ഇതുപോലെ അവസരം കിട്ടുമ്പോൾ മനുഷ്യർ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ അപേക്ഷയും കൂടിയാണ്.
പ്രിയ സഹോദരനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. അതുപോലെ 2 ഗാനങ്ങൾ, വളരെ മനോഹരമായ 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച ജെയിംസ് കൊടുന്തര സഹോദരനോടുള്ള സ്നേഹത്തെയും നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു. തുടർന്നും ഈ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന പ്രിയ സഹോദരൻ സന്തോഷ് മാത്യു സഹോദരനെയും അതിന്റെ കുടുംബത്തെയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവതമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ തന്നെ കൂടുവാൻ ദൈവം അവസരം തരട്ടെ എന്ന് ആശിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് കുവൈറ്റിലുള്ള ജോൺ സഹോദരനെ വളരെയധികം സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു. അത്യുന്നതനും പരിശുദ്ധനുമായ അവിടുത്തെ തിരുമുമ്പാകെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഏകാത്മാവിൽ അങ്ങയുടെ സന്നിധിയിലുള്ളതായ സന്തോഷം അനുഭവിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിശ്ചയിച്ച് നൽകിയ ഒരു ദിവസമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസൻ പ്രിയ ജോൺലിയുടെ ജീവിതാനുഭവങ്ങളും അതുപോലെ കർത്താവ് തന്നിലൂടെ വിലപ്പെട്ടതായ ആലോചനകളും ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ അവസരം നൽകിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസനായ പ്രിയ ചാൾസ് ജോൺ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും പ്രിയ മകനായി തനിക്ക് ജനിക്കുവാനും തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും കർത്താവെ അനേക ഗാനങ്ങൾക്ക് അത് മുഖാന്തരമായി തീരുവാൻ ഇടയായത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയമകനും കർത്താവിൻ്റെ ശുശ്രൂഷയിലായി തീർന്ന് അങ്ങയുടെ മഹത്വമാർന്ന വേലയിൽ വിവിധ നിലകളിൽ അങ്ങേക്കായി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് ഓരോ ദിവസവും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് തനിക്ക് ദൈവം നൽകിയതായ താലന്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിവിധ നിലകളിൽ ഉപയോഗിക്കുവാൻ അവിടുത്തെ മകനെ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ശുശ്രൂഷ രംഗത്ത് തനിക്ക് കർത്താവിനെ പാടുവാൻ അവിടുന്ന് ഇടയാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങളിന്ന് കേട്ടതുപോലെ കർത്താവെ, അനുഗ്രഹീതമായ വചന ശുശ്രൂഷയ്ക്കുള്ളതായിരിക്കുന്ന കൃപയും അവിടുന്ന് നൽകിയിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചതായ ദിവ്യമായ ആലോചനകൾക്കായിട്ട് സ്തോത്രം. ഭക്തന്മാരില്ലാതെ പോകുന്നതായ ഈ തലമുറയിൽ യഥാർത്ഥ ഭക്തന്മാരായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളെയൊക്കെയും അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് കർത്താവെ, ഞങ്ങളെ അവിടുത്തെ ആ വേർപാട് അനുഷ്ഠിക്കുവാനായിട്ട് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ മുമ്പാകെ ഞങ്ങൾക്ക് അങ്ങേ ഭയത്തോടെ സേവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങേക്ക് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാനിരതമായൊരു ജീവിതം ചെയ്യുന്ന ഭക്തന്മാരായി ഞങ്ങൾ ജീവിക്കുവാൻ അവിടുത്തെ കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങൾ ദോഷത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ ദൈവികമായ പ്രത്യേകമായ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതിനായി ഈ സന്ദേശം ഞങ്ങൾക്ക് ഒരു പ്രചോദനമായി തീർന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ അവിടുന്ന് തുടർന്നും സഹായിക്കണം. കുടുംബമായിട്ട് ഓർക്കണം. സഹോദരിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകണമേ. കാൽവരിനാഥ മിനിസ്ട്രി കഴിഞ്ഞ അനേക വർഷങ്ങളായി അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ്, അനേകർക്ക് ദൈവവചനം കേൾക്കുവാൻ, ആത്മീയമായി പ്രചോദനം പ്രാപിക്കുവാൻ, അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ അനേകരെ ചലിപ്പിക്കുവാൻ മുഖാന്തരമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രിയ സഹോദരന്മാർ ചെയ്യുന്നതായ ഈ നിസ്തുല്യമായ സേവനത്തെ അവിടുന്ന് ഓർക്കുകയും വരുന്ന ദിവസങ്ങൾ അനുഗ്രഹങ്ങൾ പകരുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഈ സന്ദേശം യൂട്യൂബിലൂടെ ഇനി ധാരാളം പേർ കേൾക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. മനോഹരമായി ഗാനം ആലപിക്കുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തരയെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അങ്ങയുടെ ദാസനെയും അവിടുന്ന് പ്രത്യേകമായി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും അവിടുത്തെ ജനത്തിൻ്റെ മധ്യത്തിൽ ഫലകരമായ നിലയിൽ തനിക്ക് ദൈവം നൽകിയതായ താലന്ത് വിനിയോഗിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയാദനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.